പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 73കാരനായ ജോർജ് ഉണ്ണുണ്ണിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണവും പണവും കവർന്നത്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഹാപ്പി ന്യൂ ഇയർ. ജിബിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചിരുന്നല്ലോ. ആ സംഘമാണോ ഇപ്പോൾ 3 പേരെ പിടികൂടിയിരിക്കുന്നത്? ഇവർ ഈ കൃത്യവുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാണോ? ഇന്നലെ രാത്രി 1:30 കൂടിയാണ് ഒരു 3 പേരെ പോലീസ്, അതായത് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി 1:30 കൂടി 3 പേരെ കസ്റ്റഡിയിലെടുത്തതായുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നു. ഇതിലൊരു ഓട്ടോ ഡ്രൈവർ മറ്റ് 2 പേരുമാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ശേഷം ഇതിൽ 2 പേരെ ഇപ്പോൾ പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ഒരാളെ മാത്രമാണ്, അതായത് ഓട്ടോ ഡ്രൈവറാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരുന്നത് ശ്വാസം മുട്ടിയുള്ള മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇന്നലെ ഇൻക്വസ്റ്റിന് ശേഷം പോലീസും നമ്മോട് പ്രതികരിച്ചത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മുണ്ടും ഒരു ബനിയനും ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറിഞ്ഞതിനുള്ള തെളിവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശരീരത്തിൽ മറ്റ് ബലപ്രയോഗത്തിൻ്റെ പാടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിനെ ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്നുള്ള കാര്യം കൂടി വെളിവായതോടുകൂടി കൊലപാതക ശ്രമത്തിനിടയ്ക്കുണ്ടായ കൊലപാതകമാണെന്നുള്ള കാര്യം ഇന്നലെ തന്നെ തെളിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് 2 പേരെ വിട്ടയച്ചത്. പക്ഷേ ഈ കടയിലുള്ള CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കൊക്കെ തന്നെ ഈ കൊലപാതകി കൊണ്ടുപോയത് കാരണം പോലീസിന് ആദ്യഘട്ടത്തിൽ തെളിവുകളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. തുടർന്ന് സമീപത്തെ വീടുകളിലൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിനും സാധിച്ചിരുന്നില്ല. തുടർന്ന് ഈ ഭാഗത്തു കൂടി കടന്നു പോകുന്ന ബസ്സുകളിലൊക്കെ തന്നെ CCTV ഇപ്പോൾ ഉണ്ട്. ഈ അതായത് 46 ബസ്സുകളിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ ഉള്ള ഓട്ടോ ഡ്രൈവറിനെയും ഈ ഒരു ഓട്ടോ തിരിച്ചറിഞ്ഞതും ഈ ബസ്സുകളിലെ CCTVയിൽ നിന്നാണ് ഈ ഒരു ഓട്ടോ തിരിച്ചറിയുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൽ 2 പേരെ ഇപ്പോൾ പോലീസ് വിട്ടയച്ചിരിക്കുകയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നലെ തന്നെ ബന്ധുക്കൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു. ബുധനാഴ്ചയാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനൊക്കെ തന്നെ ഇന്നലെ പെട്ടെന്ന് പോലീസ് ഈ കൃത്യം നടത്തിയ കൊലപാതകം നടത്തിയ പ്രതികളെ പിടികൂടട്ടെ.